എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 19 രാവിലെ 10 മണി വരെ ഓൺലൈനായിട്ട് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ vhscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വഴി നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ അപേക്ഷിക്കാം. അപേക്ഷ നൽകിയ ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നൽകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇവിടെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഏത് ജില്ലയിലാണ് അഡ്മിഷൻ നിങ്ങൾ നേടിയിട്ടുള്ളത് എന്നുള്ളത് നൽകി അതിനുശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ഓരോ സ്കൂളിലെയും വേക്കൻസി കാണാം. ഇവിടെ 0 വേക്കൻസി ആയിരുന്നാൽ കൂടി വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് കോഴ്സുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെക്കുക. ഓപ്ഷൻ വെക്കുന്നത് വളരെയധികം സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് അതുപോലെ എന്നിവ നൽകി ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ലോഗിൻ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഒരു തവണ കൂടി ചെക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ മാറ്റേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. ആദ്യം സെലക്ട് ചെയ്ത ശേഷം പിന്നീട് ആദ്യം നിങ്ങൾക്ക് സ്കൂളും അതുപോലെ തന്നെ കോഴ്സും സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഏത് ഓപ്ഷനാണ് വേണ്ടത് ആ ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും നിങ്ങൾ ആഡ് ചെയ്ത ശേഷം അത് ലിസ്റ്റഡ് ആയിട്ട് താഴെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ അതിന് നേരെയുള്ള ഡിലീറ്റ് ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നൽകിയ ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിക്ലറേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിലേക്ക് മാറേണ്ടതായിട്ടോ അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതായിട്ടോ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വയ്ക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്ഫർ കിട്ടിയ കോഴ്സിലേക്കോ സ്കൂളിലേക്കോ മാറും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാവൂ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു PDF-ൽ അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 19 രാവിലെ 10 മണി വരെ ഓൺലൈനായിട്ട് സമർപ്പിക്കാം. ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ ഏതെങ്കിലും കോഴ്സിലേക്കോ അതേ സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ മാറ്റത്തിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു സ്കൂളുകളിലും ഉള്ള ഒഴിവുകളുടെ എണ്ണം അതായത് ഓരോ സ്കൂളിലും ഉള്ള ഒഴിവുകളുടെ എണ്ണം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യൂസർ ID ആയിട്ടുള്ള ഫോൺ നമ്പറും അതുപോലെ പാസ്വേഡും നൽകി നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകൾ നൽകിയ ശേഷം ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു PDF കിട്ടും. അപ്പോൾ ആ ഒരു PDF-ൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും ഒപ്പ് ഇട്ട ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് അത് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ഏത് സ്കൂളാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കാവൂ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് ശേഷം ഇനിയുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററിയോ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷനോ നടക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.